എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാദുഷ. സാധാരണ എല്ലാവരും പറയും ബാദുഷ ഉണ്ടാക്കാൻ കഷ്ടമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ വറുത്തെടുക്കുമ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കും നല്ല ബേക്കറി സ്റ്റൈലിൽ ബാദുഷ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പം നമുക്കും നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബാദുഷ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബാദുഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 1.5 കപ്പ് മൈദ, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു 4 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഒരു 3 ടീസ്പൂൺ പാല്. ഒരു 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എന്നിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ എക്സ്ട്രാ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ബാദുഷ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ മാവ് വന്നിട്ട് നമ്മുടെ ഒരിക്കലും നല്ല ചപ്പാത്തിയുടെ മാവ് കുഴക്കണ മാതിരി സ്മൂത്തായിട്ട് കുഴക്കരുത്. കുറച്ചൊരു ഉറപ്പുണ്ടാവണം മാവിന്. അപ്പോഴാണ് ബാദുഷ ശരിക്കും നല്ല കറക്റ്റ് നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണ പോലെ കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് പാല് തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിന് ശേഷം പിന്നെ നമ്മളിത് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് പിന്നെ നമ്മൾ ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ മൈദയായ കാരണം കൊണ്ട് തന്നെ വേഗം കുഴഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളം കൂടി പോവും. ഇത്രയും കട്ടിയിലിരിക്കണം മാവ്. കുറച്ച് ക്രാക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ഉണ്ടാവണം. പിന്നെ ക്രാക്ക് വരണം, അപ്പോഴാണ് ബാദുഷ കറക്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചു മാവ്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. നമുക്കിതിലേക്കുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം. പഞ്ചസാര നന്നായിട്ട് മുങ്ങണ രീതിയിൽ വെള്ളം ഒഴിക്കാം. പഞ്ചസാര നന്നായിട്ട് തിളച്ചു. ഇതിനി നന്നായിട്ട് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ സിമ്മിലിട്ട് തിളച്ച് ചെയ്യുമ്പോൾ അത് ഒറ്റക്കമ്പി പാകമാവും. അതുവരയ്ക്കും നമ്മൾ ചെയ്യണം. അപ്പം അതിനും കൂടാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് നേരം സിമ്മിലിട്ട് ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമ്മുടെ കയ്യിൽ ഒട്ടണ പോലെ ആയിട്ടുണ്ട്. ഒരു നൂൽ പരുവെന്ന് പറയില്ലേ, അതായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ക്രിസ്റ്റൽസ് ഫോം ആവില്ല, കട്ടി പിടിക്കില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ട് മാവ് ഇതാ ഒന്നുകൂടി ഒന്ന് ഇങ്ങനെ കൈ വെച്ചൊന്ന് കുഴയ്ക്കാം. ഇങ്ങനെ കുറച്ച് ഹാർഡായാലാണ് നമ്മൾ ഈ പഞ്ചസാര പാനിയിൽ ഇടുമ്പോൾ കറക്റ്റ് ആ പഞ്ചസാര ബാദുഷയുടെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. നന്നായിട്ട് കുഴച്ചു. ഇനി ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസ്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. നല്ല ടൈറ്റ് ആക്കുക. നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഒന്ന് കുഴിക്കാം. അടി വരെ ഒന്ന് കുഴിച്ചെടുക്കാം. ഇതേപോലെ ബാക്കിൽ വരെ വേണ്ട. പിന്നെ ഒരേ സൈസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് ഉരുണ്ടയൊക്കെ എടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് കേന കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെ മാത്രം മുരിയും, ഉള്ളിൽ വേവില്ല. അപ്പം നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. ഒരു ചെറിയൊരു പീസ് ഇട്ട് നോക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കേന വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ തീ ഫുള്ളിലിട്ട് വേവിക്കണ്ട. ഇതേപോലെ ഏകദേശം എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കണം. ഇനി ഒരു സൈഡ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ ചെറിയ തീയിലിട്ടാലാണ് ഉള്ളു ശരിക്കും നന്നായിട്ട് വേവുള്ളൂ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഇപ്പൊ കണ്ട എല്ലാം ഇങ്ങനെ മേലേക്ക് പൊന്തി വന്നു. ഇനിയിപ്പോൾ അടിവശം ഒന്ന് മുരിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് തിരിച്ചിടാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം ശരിക്കും. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇനി വീണ്ടും ഒന്നും കൂടി തിരിച്ചിടാം. ഇപ്പം എല്ലാം നല്ലതാ, കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട്, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുക്കാം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചേക്കണ പഞ്ചസാര പാനിയാണിത്. ഇതിനൊരു ലൈറ്റ് ചൂട് വേണം. അഥവാ ചൂട് ആറിയ പോലെ തോന്നുകയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ മേലേക്കൊക്കെ ഒന്ന് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം പിന്നെ മുങ്ങിക്കെടുക്കണതിൽ. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം പിടിക്കും. അത് നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇടുക. വേണ്ട, നല്ല ഗ്ലേസിങ് പോലെ ആയിട്ടുണ്ട്. മേലെ പിടിച്ചിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ ഇതിൽ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ മേലെ ഒരു കോട്ടിങ് പോലെ വരും. ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും പഞ്ചസാര. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ചെറിയ പാത്രം, വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാം കൂടി പരത്തി വെച്ച് അത് മുഴിക്കാം. ഇപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതങ്ങനെ ഫുള്ള് ആയിക്കോളും. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ബാദുഷ നല്ല പഞ്ചസാരയൊക്കെ നന്നായിട്ട് കുടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.